കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികളുടെ PG അലോട്ട്മെൻറ്റ് ഇപ്പോൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് 20-ാം തീയതി വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും അത് ഒന്നാമത്തെ ഓപ്ഷൻ എന്നല്ല, നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ, ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കണം. അത് ശ്രദ്ധിക്കുക. ഈ മാൻഡേറ്ററി ഫീ എല്ലാ വിദ്യാർത്ഥികളും, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാത്രം, അലോട്ട്മെൻറ്റ് ഇപ്പോൾ ലഭിക്കാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 610, അതേപോലെ SC/ST സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് 155 രൂപയുമാണ് നിങ്ങൾ ഒന്നാമതായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുക. അടച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കണം. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈ പറഞ്ഞ മാൻഡേറ്ററി ഫീ നിങ്ങളുടെ സക്സസ് ആയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയും കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന മാൻഡേറ്ററി ഫീ മാത്രം അടച്ചാൽ മതി. ഇതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഇനി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത് ഓപ്ഷൻ നിങ്ങൾക്ക് മൂന്നാമതാക്കാം, മൂന്നാമത് ഓപ്ഷൻ നിങ്ങൾക്ക് നാലാമതാക്കാം, നാലാമത് അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മൂന്നാമത് ഓപ്ഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് 1, 2 ഈ പറയുന്ന ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിലും റീ ഓർഡർ ചെയ്യണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ, അതായത് ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറമേയുള്ള കോളേജുകൾ ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികളാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ശതമാനം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഔട്ട്സൈഡ് കേരളം പഠിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശതമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ച കോളേജിൽ അത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ വാങ്ങണം. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതേപോലെ ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത ദിവസം, അതായത് 23, 24 തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നതാണ്, ഈ സമയത്ത് മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ തിരിച്ചു വരാൻ സാധിക്കുകയുമില്ല. ഈ കാര്യം വളരെ പ്രത്യേകത